അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏവർക്കും അബു ഐമൻ മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് 4ാം ക്ലാസ്സിലെ ദുറൂസുൽ ഇസ്ലാം 2ാം ഭാഗത്തിലെ 17ാമത്തെ അധ്യായമാണ്. നമുക്ക് വീഡിയോയിലേക്ക് പ്രവേശിക്കാം. അദ്ദർസു സാബിഉ അശർ, ളില്ലുൽ അർശ്. സൂര്യൻ 1 മൈൽ ദൂരത്ത് കത്തി നിൽക്കും. ജനങ്ങൾ അമലുകളുടെ തോതനുസരിച്ച് വിയർപ്പിൽ മുങ്ങും. ചിലർ ഞെരിയാണി വരെ, ചിലർ മുട്ടുവരെ, ചിലർ നടുവരെ, ചിലർ വായ വരെ, ചിലർ വിയർപ്പിൽ മുങ്ങിപ്പൊങ്ങും. അവിടെയുള്ള ഒരു ദിവസത്തിന് 50,000 വർഷത്തിൻ്റെ ദൈർഘ്യമാണ്. ആളുകൾ ദാഹിച്ച് വലയും. ഓരോ നബിമാർക്കും പ്രത്യേകം ഹൗളുണ്ടാകും. നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൗളാണ് ഹൗളുൽ കൗസർ. 1 മാസത്തെ സഞ്ചാര ദൈർഘ്യമാണ് അതിൻ്റെ വിസ്തൃതി. പാലിനേക്കാൾ വെളുത്തതും തേനിനേക്കാൾ മധുരമുള്ളതും കസ്തൂരിയേക്കാൾ സുഗന്ധമുള്ളതുമായ പാനീയമാണതിലുള്ളത്. അതിൽ നക്ഷത്രങ്ങൾ കണക്കെ കപ്പുകളുണ്ട്. അതിൽ നിന്ന് ഒരിക്കൽ കുടിച്ചാൽ പിന്നീടൊരിക്കലും ദാഹിക്കുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുസുന്നത്ത് അനുസരിച്ച് ജീവിക്കുന്നവർക്ക് അത് ലഭിക്കും. കപടവിശ്വാസികൾക്കും അവിശ്വാസികൾക്കും പുത്തൻവാദികൾക്കും ലഭിക്കില്ല. ഹൗദുൽ കൗസർ കുടിക്കാൻ അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. ഉസ്താദ് ദുആ ചെയ്തു. നിറഞ്ഞ കണ്ണുകളോടെ ആളുകൾ ആമീൻ പറഞ്ഞു. ശക്തമായ ചൂടുണ്ടാകും. ആളുകൾ തണലിനു വേണ്ടി കേഴും. അന്ന് 7 വിഭാഗത്തെ അല്ലാഹു തആല അർശിൻ്റെ തണൽ നൽകി ആദരിക്കും. നീതിമാനായ ഭരണാധികാരി, ആരാധനയിൽ വളർന്നു വന്ന യുവാവ്, പള്ളിയുമായി ആത്മബന്ധമുള്ള വ്യക്തി, അല്ലാഹു തആലയുടെ പൊരുത്തത്തിനു വേണ്ടി പരസ്പരം സ്നേഹിക്കുന്നവർ, അല്ലാഹു തആലയെ ഓർത്തു കരയുന്നവർ, കുലീനയും സുന്ദരിയുമായ സ്ത്രീ വ്യഭിചാരത്തിന് ക്ഷണിച്ചപ്പോൾ അല്ലാഹു തആലയെ ഭയപ്പെടുന്നു എന്ന് പറഞ്ഞ് പിന്തിരിഞ്ഞവൻ, വളരെ രഹസ്യമായി സ്വതഖ ചെയ്യുന്നവൻ. അർശിൻ്റെ തണൽ ലഭിക്കുന്നവരിൽ അല്ലാഹു തആല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ. ആമീൻ. പ്രസംഗത്തിന് ശേഷം ഉസ്താദ് ദുആ ചെയ്തു. അന ഫറതുകും അലൽ ഹൗദ്, ഹൗദുൽ കൗസറിനരികെ നിങ്ങളെ സ്വീകരിക്കാൻ ഞാൻ കാത്തു നിൽക്കും. ഇനി നമുക്ക് തദ്രീബാത്തിലേക്ക് പ്രവേശിക്കാം. 1ാമത്തെ വർക്ക് നഖ്റഉ വനഫ്ഹമു. നമുക്ക് വായിക്കാം, നമുക്ക് ഗ്രഹിക്കാം. കഠിനം, സഹിക്കാൻ കഴിയാത്തത്. ആദിലുൻ, നീതിമാൻ. ദൈർഘ്യം, നീളം. സ്വദഖത്തുൻ, ദാനം. ളില്ലുൽ അർശ്, അർശിൻ്റെ തണൽ. ഹൗളുൻ, ജലാശയം. കുലീന, കുടുംബ മഹിമയുള്ളവൾ. ഇനി നമുക്ക് 2ാമത്തെ വർക്കിലേക്ക് പ്രവേശിക്കാം. നുൻഷി ഉൽ ജുമൽ. വാചകം തയ്യാറാക്കാനാണ്. 1. നക്ഷത്രങ്ങൾ കണക്കെ. ഹൗദിൽ നക്ഷത്രങ്ങൾ കണക്കെ കപ്പുകളുണ്ട്. 2. അഗാധ ബന്ധം. സ്വാലിഹീങ്ങളുമായി അഗാധ ബന്ധം സ്ഥാപിക്കണം. 3. പരസ്പരം. നാം പരസ്പരം സഹായിക്കണം. 4. ക്ഷണിച്ചു. സാലിമിനെ സ്റ്റേജിലേക്ക് ക്ഷണിച്ചു. 5. തോതനുസരിച്ച്. മാർക്കിൻ്റെ തോതനുസരിച്ച് വിജയിയെ തിരഞ്ഞെടുക്കും. ഇനി നമുക്ക് 3ാമത്തെ വർക്കിലേക്ക് പ്രവേശിക്കാം. നസ്ഫ് നമുക്ക് വിവരിക്കാം. 1. മഹ്ശറിലെ നൃത്തം. ഉത്തരം: സൂര്യൻ 1 മൈൽ ദൂരത്ത് കത്തി നിൽക്കും.
ജനങ്ങൾ അമലുകളുടെ തോതനുസരിച്ച് വിയർപ്പിൽ മുങ്ങും. ചിലർ ഞെരിയാണി വരെ, ചിലർ മുട്ടുവരെ, ചിലർ നടുവരെ, ചിലർ വായ വരെ, ചിലർ വിയർപ്പിൽ മുങ്ങിപ്പൊങ്ങും. 2. ഹൗദുൽ കൗസർ. നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൗലാണ് ഹൗദുൽ കൗസർ. 1 മാസത്തെ സഞ്ചാര ദൈർഘ്യമാണ് അതിൻ്റെ വിസ്തൃതി. പാലിനേക്കാൾ വെളുത്തതും തേനിനേക്കാൾ മധുരമുള്ളതും കസ്തൂരിയേക്കാൾ സുഗന്ധമുള്ളതുമായ പാനീയമാണതിലുള്ളത്. ഇനി നമുക്ക് 4ാമത്തെ വർക്കിലേക്ക് പ്രവേശിക്കാം. നുജീബ്. 1. മഹ്ശറിൽ അർശിൻ്റെ തണൽ ലഭിക്കുന്നവർ ആരെല്ലാം? ഉത്തരം: നീതിമാനായ ഭരണാധികാരി, ആരാധനയിൽ വളർന്നു വന്ന യുവാവ്, പള്ളിയുമായി ആത്മബന്ധമുള്ള വ്യക്തി, അല്ലാഹു തആലയുടെ പൊരുത്തത്തിനു വേണ്ടി പരസ്പരം സ്നേഹിക്കുന്നവർ, അല്ലാഹു തആലയെ ഓർത്ത് കരയുന്നവർ, വ്യഭിചാരത്തിന് ക്ഷണിച്ചപ്പോൾ അല്ലാഹു തആലയെ ഭയപ്പെട്ടു പിന്തിരിഞ്ഞവർ, രഹസ്യമായി സ്വദഖ ചെയ്യുന്നവൻ. 2ാമത്തെ ചോദ്യം: മഹ്ശറിൽ ഹൗദുൽ കൗസർ ലഭിക്കാത്തവർ ആരെല്ലാം? ഉത്തരം: കപടവിശ്വാസികൾ, അവിശ്വാസികൾ, പുത്തൻവാദികൾ. 3. അർശിൻ്റെ തണൽ ലഭിക്കാൻ നാം ചെയ്യേണ്ട 4 കാര്യങ്ങൾ എഴുതുക. ഉത്തരം: അല്ലാഹുവിന് ധാരാളം ഇബാദത്ത് ചെയ്യുക, അല്ലാഹു തആലയെ ഓർത്ത് കരയുക, അല്ലാഹു തആലയുടെ പൊരുത്തത്തിന് വേണ്ടി പരസ്പരം സ്നേഹിക്കുക, രഹസ്യമായി സ്വദഖ ചെയ്യുക. 4ാമത്തെ ചോദ്യം: അന്ത്യനാളിലെ ഒരു ദിവസത്തിൻ്റെ ദൈർഘ്യമെത്ര? ഉത്തരം: 50,000 വർഷം. 5ാമത്തെ ചോദ്യം: നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൗദിൻ്റെ പേരെന്ത്? ഉത്തരം: ഹൗദുൽ കൗസർ.